ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു യാത്ര പോവുകയാണ്. ഇവിടുന്ന് വേറൊരു യാത്ര പോവുകയാണ്. അപ്പോൾ അമ്ര ഷർട്ട് മാറിയില്ലേ? എന്റെ ഗുണ്ടുമുളക് ദേ ഒരുങ്ങിയിരിക്കുന്നു. ഷബൂട്ടാവാ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പോവാണ്. നമ്മൾ കണ്ടടാ ചവിട്ടി ഫോണി നോക്കി വന്നാലും ഞാൻ കണ്ടല്ലോ. അതേണ്ട വിളിക്കാം അവരങ്ങ് പോയാന്ന് ആദ്യം വിളിച്ചു ചോദിച്ചു നോക്കാം. ഇതിന്റെ അത്ര വരും. നല്ല ഭംഗിയുള്ള കടലാസുകൾ കണ്ടോ, നിറച്ച് പൂത്ത്. അതാണ് അതിന്റെ ബ്യൂട്ടി. അവിടെ വേറെ കളർ ഇപ്പോൾ ഉണ്ട്. എവിടെയാണ് ഇറങ്ങാനുള്ളതെന്ന് അസീനാക്ക് അറിയാമല്ലോ. ചുള്ളിമാനൂരല്ല, എനിക്കറിഞ്ഞൂടാ. കൊറളിയോട് ആനാടല്ല, കൊറളിയോടൊന്ന്. കൊറളിയോട് എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ. എന്റെ ഉമ്മ ഇന്ന് ഞങ്ങൾ പോയ വഴി എന്ത് കിടിലായിരുന്നു. വനം എവിടെ? പൊരിക്കാട്ടിലാണേ? പൊരിക്കാടാണോ? പിന്നെ എവിടാ? പിന്നെ എവിടാന്ന് പോലും സ്ഥലം പോലും അറിയാത്തടത്താ പോയിരിക്കുന്നത്. എവിടെ? പേർഷ്യൻ കാറ്റാ? ചക്കി വാല് മാത്രം മറ്റേ ഇതുള്ളൂ, മറ്റേ പേർഷ്യൻ പോലെ ചെറുത്. ബ്ലാക്ക് വൈറ്റ് നമ്മളെ മണിക്കുട്ടിയെ പോലെ. മണിക്കുട്ടിയല്ല അപ്പൂസ്. കണ്ണ് നീല. അതിന്റെ പേര് മിട്ടു. കണ്ണ് നീല കളർ. മെയിൻ റോഡ്. നമ്മള് ബസ്സിൽ കയറി. ചപ്പാത്തി വീട്ടിൽ നിന്ന് കരഞ്ഞു വഴിയൊക്കെ ഇറങ്ങിയത് അല്ലേ മോനെ? അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയതേ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര വെയില്, എൻ്റെ പൊന്നോ, കത്തിപ്പോകുന്ന വെയില്. ആകണ്ടോ, ഈ ഒരു കയറ്റം കയറി അങ്ങ് ചെല്ലണം. അത് കണ്ടപ്പോഴേ അൻവർ ഹല്ലോ, ഇത് കയറി അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും പണി ഒതുങ്ങൂടെ. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങാനേ, അവിടെ കിടന്നോ ഉരുണ്ടും കൊന്നോളൂ. വീഡിയോയാണ് അപ്പൊ പറയാനില്ല. വീടറിഞ്ഞൂടാ. ഇനി കയറ്റം കയറി അവിടെ ചെല്ലുമ്പോ ഇവിടെ അല്ല അപ്പുറത്തെ റോഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ട് തേഞ്ഞ്. എന്നിട്ട് അവിടെ വന്ന് ഓരോരുത്തരെ ചവിട്ടി ഇങ്ങോട്ട് ഇട്ടാ. അന്നേരം ഇവിടെ റോഡിൽ വന്ന് കിടക്കും. ഓടുവാണ്. പക്ഷെ അവരിത്രയും നാളെ താമസിച്ചിരുന്നെങ്കിൽ ഇത് വല്ലാത്തൊരു വഴിയായിപ്പോയി. വീട് കണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് ചെന്ന് കയറി. അത് കണ്ടെന്ന് തോന്നുന്നു. ഇതാന്ന് തരുന്ന വീട്. ആണെന്നോ ദാറുലമാൻ. മക്കളെ ഇതാണ് അരിക്കുത്തിന് പറ്റിയ വീട്. ഇത് നമ്മൾ പണ്ട് കാലിൻ്റെ അടുത്തൊരു വീട് താമസിച്ചില്ലേ?
എത്തി ഗൈസ്, ഇവിടെ എത്തി ഗൈസ്. ആ ഫ്രണ്ട് അങ്ങ് ഫ്രണ്ടില്. ഇത് അടുക്കളയാ? കാണിച്ചില്ല. മേടുമോ പറയുന്നേ വരുമ്പോതാ കൊടുമിട്ടായി മാങ്ങ ഇല്ലേ? ഹായ് വാ. നമ്മുടെ മെഹ്റു, റിയ മെഹറിൻ ഇരുത്തിലൊക്കെ ഉണ്ടാടെ ഇവിടെ. അല്ലോ അപ്പോ ഗൈസ്, ഇത് പഴയൊരു തറവാട് വീടാണ്. അതെ, മച്ചൊക്കെയുള്ള വീടാ. നമുക്കൊന്ന് കയറി നോക്കാം. വെട്ടം ഉണ്ടാകാൻ പോവാ. അയ്യോ, ഓ മച്ചിന്റെ മണ്ടക്കൊക്കെ ആകെ തൂത്തുവാരതൊക്കെ ഇട്ടേക്കുന്നു. ഇത് താമസമില്ലായിരുന്നില്ലേ, വേസ്റ്റൊക്കെ പറക്കിയിട്ടിരിക്കുന്നു. പഴയ റേഡിയോര അവശിഷ്ടം, പണ്ടത്തെ TV. അയ്യോ, വീടിന്റെ പുറകുവശം കണ്ടപ്പോഴേ ബ്രോ, നമ്മുടെ കരിവില വീടിന്റെ ഒരു ഇത് റൂമാ. അവിടെ ഹാളിലോട്ട് ഇറങ്ങണതാ. അത് കൊള്ളാം അല്ലേ? ഫാനൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്തിരുന്നേന്ന് തോന്നുന്നു. പക്ഷെ ചൂട് കാണൂല മറ്റേ വീട് പോലെ. അത് വെളിയിലോട്ട് ഇറങ്ങണത് മാറി. ഇവിടെ ചൂട് കാണൂലടാ, മച്ചൊക്കെ ഉള്ളത് കൊണ്ട്. കൊള്ളാം, ഇവിടെ ഇരിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? എന്തുവാ? ആ, പണ്ടത്തെ കുറ്റി ഇങ്ങനെയാടാ. പണ്ടത്തെ എങ്ങനെയാ? അത് റൂമാണോ? എന്തെങ്കിലും ചാർജ് ഇല്ല? നിനക്കതിന് ബൈക്കൊക്കെ ഉണ്ടാ? അതെന്തൊരു ആര് വാങ്ങിച്ചെന്നാ? ഞാൻ കൊറേ നേരം കൊണ്ട് പൊട്ടിക്കാൻ നോക്കാം. ആര് വാങ്ങിച്ചെന്നടി പാത്തു? ഓ, മെഹറിന്റെ ഐഡന്റി കാർഡ് നോക്ക്. മെഹറിന്റെ ഐഡന്റി കാർഡ് നോക്ക്. ആ, നല്ല കാറ്റ്. അവരെ വീട്ടിലെ ഫാമിലിയെ കാറ്റിലും ഒക്കെ. കൊച്ചിന്റെ വണ്ടി നശിപ്പിക്കല്ലേ. ഓ അമ്പർ കൊച്ച, നിന്റെ വണ്ടിയൊക്കെ എടുത്ത് കൊച്ചാക്കോട്ടയ്ക്കാൻ കൊടുത്താ? അവക്ക് അറിഞ്ഞുവിടാ ചെയ്യാൻ. ആര് വാങ്ങിച്ചേടി? മേറു, മേറുസാ ചാർജില്ല, ലൈറ്റ് കത്തണമെന്ന്. ആര് വാങ്ങിച്ചെന്നാ ബൈക്ക്? ആ, ആർക്ക് വേണ്ടേ? വെള്ളം ചൂടില്ല, അതിന്റെ അകത്ത് എന്തൊരു തണുപ്പ്. അകത്ത് മാത്രം ഉണ്ടല്ലേ? ആര് വാങ്ങിച്ചെന്ന? ഉമ്മച്ചിയ? അത് ഊരി പോണല്ലേ. രണ്ട് കറക്ക ലാസ്റ്റ് അയ്യോ, ഒരു കറക്ക പോലും കറക്കിയില്ല. നീ കറക്കാണ്.
അതുകൊണ്ട് ഒരു മുട്ടായി വെളിയിൽ കിടക്കണം, അത് ഹബൂസ് എടുത്തോ. ആണ്ടെ മെഹറു എടുത്ത് കളഞ്ഞു, മെഹറുവിന് വേണ്ടാന്നും പറഞ്ഞു. വേണ്ടല്ലേ? നീയല്ലേ എടുത്ത് കളഞ്ഞത് വേണ്ടാന്നും പറഞ്ഞ്. മിക്ക കൂടെ കൊണ്ടുവരും മുട്ടായി. തിന്നില്ലേ? ജീരക മുട്ടായി അല്ലേ? വെറുതെ ആയിപ്പോയല്ലേ പൈസ. എന്നാ അതിന്റെ മുട്ടാക്കി എല്ലാം പോയി. എന്റെ സാധനം വാച്ചന്തേ മണിയാ അത് ക്രിസ്മസിന് ആരാ ഇട്ടത്? ഓ മുട്ടായി ഒക്കെ തുറക്കുന്നു. ആ അതാണ്ട് ഇവിടെ ഇരിക്കുന്നടി, ഇതാ ഇവിടെ ഇരിക്കുന്നു. ആ അത് തന്നെ ഗ്രില്ല് പിടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് വെറുമിക്കെടുത്താ ഉമ്മിയാ ഇത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത്. ഹലോ ഹലോ സൂപ്പർ ആരുണ്ടാക്കിയതാണ്? മോൻ്റെ കാറ്റത്തോട്ട് നീങ്ങി വിയർക്കുന്നു. അമ്മച്ചാക്ക് വേണമെന്ന് വരും ഇവരമ്മക്ക്. എവിടെ മാങ്ങ വേണമെന്ന് വരും. ചെറുത് നോക്കി എടുക്കടാ. എന്നാ ചെറുത് കൊടുക്കാന്ന്. വേണ്ടാന്നാ? നീ ഉണ്ടാക്കോ ഇതുപോലെ? ഉണ്ടാക്കോ? വേറെ ഉണ്ടാക്കോ? ആരുണ്ടാക്കി തരും? പൊടികള്ളി അവള് ചാമ്പക്ക ചമ്മന്തിയൊക്കെ ഉണ്ടാക്കും. ഇല്ലേ മക്കളുണ്ടാക്കിയില്ലേ ചാമ്പക്ക മന്തി? ശിവാപ്പൂൻ്റെ ഇട്ട് വെച്ചത് ചമ്മന്തി എവിടെ നടി? ഉമ്മച്ചീരെ വീട്ടിൽ പേപ്പം കൊണ്ടുപോകണം. ഏത് മച്ചാര? ഏത്? ഏത് ഉപ്പളാ? അമ്മയ്ക്ക് അറിഞ്ഞൂടാ. വരുവോ അവര്? അവര് വരുവോ? തീർന്നോ? വേറുതെ ഒരെണ്ണവേ എടുത്തോളൂ. ബാക്കി തീർന്നു നോക്കളെ അവിടെ. ഗ്യാസ് തിന്നുന്നൊരു പാത്രം ഒന്ന് കഴിയത്തോളണം. മിക്കവാറും എല്ലാരും പാത്രം ആ കൊച്ചിനെ ഏൽപ്പിക്കും. കൈ കഴുകാനേ മേറോ? കൊച്ചുപിള്ളേരെ സാധനത്തിക്കലെന്ന് കളിക്കുന്നു. സ്റ്റോറി ഇടും കേട്ടാ.
പൂട്ട് വീണ് അവിടെ കിടക്കി. ചോറ് ജനലിൽ കൂടെ അങ്ങോട്ട് തരാം കേട്ടോ. ഞാൻ അതിനകത്ത് കിടക്കി രണ്ടുപേരും കൂടെ. ഇനി ജനലും അടഞ്ഞു പോവും, കാറ്റ് കയറാതായി പോവും. പേടിച്ചാ പേടിച്ചാ പേടിച്ചു പോയാ? അതിനകത്ത് കിടന്നു പോകുന്നു വിചാരിച്ചല്ലേ? എന്റെ ചെറുക്ക എന്റെ താഴെ പോയിരുന്നെങ്കിൽ എന്തിനാ വരുന്നത്? നീ മെഹറു മെഹറു ഐ ആം സോറി എന്ന് പറ. ഈ പാപ്പ കൂട്ടിയിട്ടത് അപ്പൊ ഉച്ചയൂണിന് സമയമായി. എല്ലാരും ദേ ചോറ് കഴിക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ മഹാറാണി, ഞങ്ങളുടെ റാണിയാണ്, ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ കൊച്ചുമകൾ. പിള്ളേർക്ക് എല്ലാ ഇലയിൽ കൊടുത്തു. പപ്പടം വേണോ? അതുകൊണ്ട് ഇരിക്കണം, അത് തിന്ന്. അസീന ഒരു പപ്പടം വേണ്ട. മെഹറുസാക്ക് മാത്രം കൊടുത്താൽ മതി, വേറെ ആർക്കും ഇല്ല. ഒരു കൊള്ളാനും ഇല്ല. മതി മതി, എടുത്തേ അങ്ങോട്ട് പെട്ടെന്ന്. പറന്നു പോവും മെഹറു. ഇത്തിരി വെള്ളം ഉമ്മി കുടിച്ചോട്ടാ. പരിപ്പ് വെള്ളം വേണോ? മരിച്ചിനെ എന്ത് മാറ്റി വെച്ചേക്കണം? മരിച്ചിനോട് മരിച്ചിനെ വിളിച്ചതല്ലേ വീട്ടില്? ഫോണെന്റേത്. ധന്യ ആസീനാരത്? പിന്നെ ആര്? മൂസിനാരത്? ഓ യൂട്യൂബിലിടാന്. മുസിന ഒരു ധന്യെ വിളിച്ചു. ധന്യ എന്താരെ ഫോണ്? ഓ അതിനാ വിളിച്ചു. ധന്യ എന്ന് പറഞ്ഞ ഒരു നമ്പർ. ആരത്? പായസം. ഇതെന്ത് പാല് പ്രത്യേകം തിളപ്പിച്ച് വെച്ചിരിക്കണം? കുറുവണെങ്കിൽ ഒഴിക്കാം. കുഞ്ഞാരെ വ്ളോഗ് ഇറങ്ങാൻ പോണു. വ്ളോഗ് ഇറങ്ങി വന്നതിന് ശേഷം 2 വ്ളോഗ് ഇറങ്ങി. ബേസാനില്ലേ ചോറിട്ടുണ്ടോ? ഇത് ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറാൻ പോകുന്ന അടുത്ത മരുമകൾ. ഇത് ആദ്യത്തെ മരുമകൾ, ഇത് രണ്ടാമത്തെ മരുമകൾ, ഇത് ആദ്യത്തെ പുത്രൻ. തിന്നൂലേ? ചിക്കൻ തിന്നൂലേ? അടിപൊളി സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൈപ്പുണ്ണി അറിയാൻ പോവുകയാണ്. പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇത് കുറവെന്ന് തോന്നുന്നു കേട്ടോ. ചവരി കിട്ടാ. മതിയടേ, ഞാൻ വെറുതെ വിട്ടേരാ. ഇനി തണുക്കുമ്പോ ഒന്നുകൂടി കട്ടിയാവും. അല്ല പാല് കാച്ചി വെച്ചിട്ടുണ്ടല്ലോ. അത് കാലുകൾ തിളപ്പിച്ചുകൊണ്ട് ഇച്ചിരി പഞ്ചസാരയും കൂടി തന്നെ തീർന്നതിനാണ് അപ്പൊ നമ്മള് പോണേ. ഈ ടാറ്റ മുസിനെ നമ്മള് പോണേ. ഷാനെ പോണേ. ഉഷാത്ത പോ. ടാറ്റ ബൈ ബൈ. പോ ബാ ഇറങ്ങാ പോ. അവരങ്ങെത്തി. ഇതിലേ കൂടെയാണോ? ഇപ്പൊ ഗൈസ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി ദേ
വഴി കണ്ടോ? ഇതാണ് ഇവിടുത്തെ വഴി. എൻ്റെ പൊന്നെ, മറിഞ്ഞ് വീഴാതെയൊക്കെ ഒരു പരുവത്തിന് അങ്ങ് റോഡിലെത്തി കിട്ടിയാൽ രക്ഷപ്പെട്ടു. അവരൊക്കെ അങ്ങെത്തി. അവരുടെ കൂടെ ഓടിയെത്തണം. ഗായ്സ് ഈ തോട്ടിലും വീഡിയോയിൽ കാണിച്ചേടാ. ഗായ്സ് ഈ തോട്ടിലും പണ്ട് വന്ന് കുളിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് ഉമ്മ പറയുന്നത്. ഈ തോടല്ല, ഈ തോടല്ല. എല്ലാവർക്കും അറിയാം ഇത് അഴുക്ക് തോടാ. അയ്യേ അവിടുന്ന് ഞങ്ങൾ പച്ചമല, ഞങ്ങൾ ആദ്യം താമസിക്കുന്ന വീടിൻ്റെ അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി തന്നെ ആ റോഡ് സൈഡിൽ കുറച്ച് ചെടികളൊക്കെ പൂത്ത് നിൽപ്പുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതാണ് ഏരിയ. റംബുട്ടാൻ പിടിച്ചിരിക്കുന്ന റംബുട്ടാനല്ലേ? തെറ്റിപ്പൂവായിരുന്നു. ഞാൻ വിചാരിച്ച റംബുട്ടാനായിരിക്കും. ഒന്ന് തെറ്റിപ്പൂ പിടിച്ച് നിൽക്കുന്നു ഗൈസ്. കണ്ടോ, ഇങ്ങനെ റോഡിൽ നിന്ന് ഇങ്ങനെ മുകളിലൊക്കെയാണ് വീടുകളിരിക്കുന്നത്. കണ്ടോ, അങ്ങ് താഴെ വരെ റബ്ബർ തോട്ടാവും. പള്ളിയാ? ഏത് പള്ളി? ഏതടാ? ഇല്ലോ കാണുന്നതാ? ഇല്ലോ കാണണേണോ? അത് തേമ്പാറ പള്ളി ഇരിക്കണോ തന്നെ? ആ മുനാർ കാണുന്നത് കാണണില്ല. സൂം ചെയ്താലും കാണണില്ല. സൂം ചെയ്താലും കിട്ടുന്നില്ല. തേവൻപാറ പള്ളിയൊക്കെ ഉണ്ട് ഗൈസ്. ആ കിട്ടി. മുനാറച്ചിരി കിട്ടി. ദേണ്ടേ പള്ളി മിനാരം കണ്ടോ? ഞങ്ങളുടെ ജമാഅത്തിൻ്റെ മിനാരവാ. കണ്ടോ, ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ ആ വെളുത്ത് കാണുന്നത്? അവൻ ചാമ്പയ്ക്ക തിന്നുന്നു. എവിടെ നിന്ന് കിട്ടി? കഴുകാതെയൊക്കെയാണ് കഴിക്കുന്നത്. എന്നാലും പുഴുവൊക്കെ കയറിയതായിരിക്കും, ചേരയൊക്കെ കയറിയതായിരിക്കും. പിന്നെ ഈ സൈഡിലൊക്കെ കണ്ടോ കടലാസിയുടെ എന്ത് ഭംഗിയാ നോക്കിക്കേ. ഇവിടെയൊക്കെ കൂടുതലും കടലാസാണല്ലേ റോഡ് സൈഡിലൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. എന്താ നല്ല ഭംഗിയാത്. പണ്ട് ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഇവിടെ നിന്നൊക്കെ ശരിക്കും മാങ്ങ പറക്കി തിന്നുമായിരുന്നു. ഇഷ്ടം പോലെ മാങ്ങയായിരുന്നു ഇവിടെ. ഇവിടെ വലിയൊരു പാറയൊക്കെ ആയിരുന്നു. അന്നേരം ഇവിടെ ഞങ്ങൾ ഉണ്ട്. ആ മാവ് ഇപ്പോഴും നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് മാങ്ങ പറക്കി തിന്നുമായിരുന്നു. ഇവിടെയൊക്കെ ഇപ്പോൾ പുരോഗമിച്ചതാട്ടോ. അന്നൊക്കെ വെറും കാടായിട്ട് കിടക്കുമായിരുന്നു. വേണ്ട കണ്ടോ പാറ? ഇത് അതിൻ്റെ ഇപ്പുറത്തൊരു പാറയാട്ടോ. കടലാസി പറിച്ചെടുത്തു. കണ്ടോ പാറ പറ. ആണ്ടാ, അവർ ചോദിക്കാനും പറയാനും നിൽക്കൂല. വല്ലവരുടെ അടി കിട്ടുമ്പോഴേ നിർത്തുള്ളൂ അല്ലേ? ഇടാ ആണെങ്കിൽ ഇവിടെ ഉള്ളതല്ലേ? നിന്റെ ആപ്പ ഇവിടെ ഉള്ളതാണ്. പക്ഷെ ഒരു പുരോഗമനം ഇല്ലാത്ത നാടാട്ടോ ഇവിടെ. എല്ലാ സ്ഥലവും കാലം കഴിയും തോറും പുരോഗമിക്കും. പക്ഷെ ഈ ഭാഗം മാത്രം കാലം കഴിഞ്ഞാലും പുരോഗമിക്കുമല്ല, താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെ, ഈ വീടൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നല്ലൊരു വീടായിരുന്നു. ഇപ്പം കണ്ടോ, സാധാരണ പണ്ടത്തെ വീടൊക്കെ പുതുക്കി വലിയ വീടൊക്കെ ആക്കുന്ന ഒരു പ്രവണതയാണ്. ഇവിടെ വേണ്ട പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോയി കിടക്കുന്നു. എന്താ പറയുന്നത്, പുരോഗമനമില്ലാത്ത നാടെന്ന് കേട്ടോ ഷബാസേ? നിങ്ങളുടെ നാടൊക്കെ പുരോഗമനം ഇല്ലാത്ത നാട് കേട്ടോ. നീ എത്ര ദൂരം നടക്കണം ഇങ്ങനെ? കുറേ നടക്കണമല്ലോടാ. ഏതെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടോ ഇറങ്ങിപ്പോകാൻ? ഏത്? ആ സ്റ്റേഡിയത്തിൻ്റെ അതിലൂടെ ഇറങ്ങിപ്പോ. ആ അമ്മ വളയുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ടാറ്റാ.